ഓം ശാന്തി. ഒരുപാട് നാളായി പലരും എന്നോട് ചോദിക്കുന്നു 5-5-5 മെത്തേഡ് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന്. ഇന്ന് ഞാനൊരു കാര്യം ചെയ്യുന്നേക്കാൾ മുന്നേ ഒന്ന് എനിക്ക് ട്രയൽ നോക്കണം, അത് നന്നായിട്ട് ആ ടൂളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നിട്ട് തരണം എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇത്ര നാളും നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ട് ഞാനത് ചെയ്തു തന്നില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാനത് പരീക്ഷിച്ച് നോക്കി വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ സന്തോഷത്തോടെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടി പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ 5-5-5 മെത്തേഡ് അഥവാ 2 കപ്പ് മെത്തേഡ്, 24 hours മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെ ഒരുപാട് രീതികളിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആകർഷണ നിയമം എന്നൊരു സാധനം, അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തന്നു കഴിഞ്ഞു. അതെങ്ങനെയാണോ ലോ ഓഫ് ഗ്രാവിറ്റി അതുപോലെ തന്നെ അപ്ലിക്കബിൾ ആയ ഒരു സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ കറങ്ങിത്തിരിഞ്ഞ് ഊർജ്ജമായി പുറത്തേക്ക് പ്രവഹിക്കുകയും അത് നമ്മുടെ അതേ സങ്കല്പധാരേനെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സങ്കല്പങ്ങളെ സത്യമാക്കുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ശരിക്കും നമ്മൾ ആകർഷണ നിയമം എന്ന് പറയുന്നത്. ഇത് എല്ലാ തലങ്ങളിൽ നോക്കിയാലും അത് നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായത് അഥവാ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ, ഇത് 3ലും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. ആ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായി ഏകാഗ്രതയെ കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പവർഫുള്ളായിട്ടുള്ള വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനും വളരെ വേഗത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടതായിരിക്കുന്ന ലക്ഷ്യങ്ങളെ ആകർഷിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള പല മെത്തേഡ്സ്. ഈ മെത്തേഡൊക്കെ എല്ലാവരും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാനും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനത് പഠിച്ചത്. അത് പഠിച്ചു, അത് ഞാൻ പ്രാവർത്തികമാക്കി നോക്കി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാര്യത്തെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 5-5 മെത്തേഡ് ചെയ്യാൻ വേണ്ടത് ആദ്യം അത് തുടങ്ങുന്നേക്കാൾ മുന്നേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനിത് ചെയ്ത സമയത്ത് വെറും 5 ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതും വലുതുമായിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ലക്ഷ്യത്തിൻ്റെ വലുപ്പം അനുസരിച്ചോ അതിന് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരിയേഷൻ ഉണ്ടായേക്കാം. പക്ഷേ മെത്തേഡ് അക്യുറേറ്റ് ആയിട്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് കിട്ടിയിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ വലിയ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ സമയം അതിനു വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ട് നിരന്തരമായി ചെയ്യാനുള്ള മനോഭാവത്തോടെ വേണം ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ആരംഭിക്കാനായിട്ട്. 5 ദിവസം ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിന് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യവും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന കാര്യവും ഇതൊക്കെ ആധാരത്തിലാണ് അതെത്ര സമയം കൊണ്ട് നിങ്ങളടുത്തേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ആധാരം. അതുകൊണ്ട് ആ ഒരു കാര്യം 5 ദിവസം കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് കരുതി ടൂൾ തെറ്റാകുന്നില്ല, അതല്ലെങ്കിൽ ആ കാര്യം നടക്കാത്തതാവുന്നില്ല, നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ലാതാവുന്നില്ല. എല്ലാവർക്കും ഇത് അപ്ലിക്കബിളാണ്. പക്ഷേ നമുക്കറിയാലോ, പല വെറൈറ്റി മൂർച്ചയുള്ള കത്തികൾ കൊണ്ട്, ഏറ്റവും ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാധനം മുറിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മുറിയും. എത്ര ഷാർപ്പായിട്ടുള്ള കത്തിയാണെങ്കിലും മുറിക്കുന്ന സാധനം അത്രയും ഹാർഡാണെങ്കിൽ അതുപോലെ ടൈം എടുത്തേക്കാം. പക്ഷേ നിരാശരാവാതെ നിരന്തരമായി ചെയ്യാനുള്ളൊരു മനോഭാവം, അതാണ് ഏതൊരു ടൂൾ ഉപയോഗിച്ചും റിസൾട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ഘടകം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ ടൂൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാൻ പോവുകയാണ്. ഒന്നാമത്, നമുക്ക് ഏത് ലക്ഷ്യമാണ് നേടേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ളതായിട്ടുള്ള ലക്ഷ്യം എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ വലിയ ലക്ഷ്യമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ തയ്യാറാവണം എന്നൊരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. എന്നിട്ട് ആ ലക്ഷ്യം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ലക്ഷ്യത്തിൽ ചെയ്ത് നോക്കിയോളൂ. റിസൾട്ട് കിട്ടുമുണ്ടാവുന്ന ഹാപ്പിനെസ് വലിയ ലക്ഷ്യം നേടാനുള്ളതായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഒന്നുകിൽ കുറച്ച് എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വൈസ്, അല്ലെങ്കിൽ റിലേഷൻ അഥവാ ജോബ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏത് ലക്ഷ്യമാണ് എനിക്ക് നേടേണ്ടത് എന്ന് നിശ്ചയിക്കുക എന്നുള്ളത് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ രാത്രി, ഞാൻ പറയും ഈ കാര്യങ്ങളൊക്കെ ഏതൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ടൈം രാത്രി തന്നെയാണ്. കാരണം രാത്രി ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ഉറങ്ങും മുന്നേ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഊർജ്ജം പൂർണ്ണമായി നിറച്ചിട്ടാണ് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ പൂർണ്ണമായി സ്വീകരിച്ച് ആ ഒരു തോട്ടിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ
ആ ഉറങ്ങുന്ന സമയത്ത് ഉപബോധ മനസ്സ് ലാസ്റ്റ് ഉറങ്ങുന്നതായിരിക്കുന്ന സങ്കല്പധാര എന്തോ അതിനനുസരിച്ചതായിട്ടുള്ള നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസിനെയും റീകളക്ട് ചെയ്യുകയും നിങ്ങൾക്ക് കുറേയും കൂടെ നല്ല ഊർജ്ജം അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന സമയം, ആദ്യം നമ്മൾ വരുന്ന ചിന്ത, ഉറക്കം കഴിഞ്ഞ് ഫസ്റ്റ് ഉണരുന്ന സമയത്തുണ്ടാവുന്ന ചിന്ത, ഈ ചിന്തയാവേം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഭഗവാൻ നിങ്ങളുടെ ശബ്ദത്തിനായിട്ട് കാതോർക്കുന്നു എന്ന് ഭഗവാന്റെ മഹാവാക്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണർന്ന് ആ തോട്ട്, ഫസ്റ്റ് തോട്ട് വരും. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ പവർഫുള്ളായിരിക്കുന്ന തോട്ട്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാനും ആ എനർജി പവർഫുള്ളായിക്കൊണ്ട് സ്പ്രെഡ് ചെയ്യാനും അത് വളരെ വേഗം നിങ്ങളുടെ ഡ്രീം സത്യമാക്കാനും സഹായിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല സമയം രാത്രി ഉറങ്ങും മുന്നുള്ള സമയം. ഇനി രാത്രി ഉറങ്ങും മുന്നേ മാത്രമാണോ ചെയ്യാൻ പറ്റുക? ഒരിക്കലുമല്ല. ഇപ്പോൾ ചില ആളുകളുടെ സാഹചര്യം സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങും മുന്നേ ഒരു അരമണിക്കൂറെങ്കിലും സമയം എടുത്താലേ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയം അത്രയും മാറ്റി വയ്ക്കാനില്ല. മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് കിടക്കാനുള്ളതേ ആവുന്നുള്ളൂ. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഈ കാര്യം ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല എങ്കിൽ പകൽ സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ദിവസം 2 or 3 പ്രാവശ്യം ചെയ്യാമോ? എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. കാരണം ഒരു കാര്യം എത്ര കൂടുതൽ തവണ ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ അതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എത്ര തവണ ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ നിരന്തരമായി ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇനി ടെക്നിക്ക് കൃത്യമായി പറഞ്ഞുതരാണ്. ആദ്യം നമ്മുടെ ഡ്രീം എന്താണോ അതിനെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതായിട്ടുള്ള കാര്യത്തിനെ മനസ്സിൽ ഉറപ്പിക്കുക. ചുരുക്കിയ വാക്കുകൾ, ഒരുപാട് നീണ്ട ലൈനാവുമ്പോൾ എഴുതി നമ്മുടെ മനസ്സിൽ ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഐ ആം മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ എൻ്റെ ഈ ലക്ഷ്യം നേടുന്നു, അല്ലെങ്കിൽ ഈ കാര്യം നേടിയെടുക്കുന്നു, ഈ കാര്യം ആ പ്രസൻറ്റ് ടെൻസിൽ അത് എഴുതുക. ഉദാഹരണം പറയുകയാണ്, ഒരു കാറ് വാങ്ങാനുള്ള ആഗ്രഹമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഈ കാറ്, ഏത് കാറ് നിങ്ങൾക്ക് വാങ്ങണോ ആ കാറ് സ്പെസിഫൈ ചെയ്യുക. ഒരു കാറ് എന്ന് ചിന്തിക്കാതെ, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പുതിയ സ്റ്റൈലുള്ള കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാറ് ഞാൻ നേടുന്നു എന്ന് ആദ്യം മനസ്സിനെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് ഇതാ ഈ കാറ് ഞാൻ നേടിയിരിക്കുന്നു എന്നെഴുതുക. ഈ കാറ് ഞാൻ നേടിയിരിക്കുന്നു, ആ പേരിടുക. ഈ കാറ് എന്നുള്ളിടത്ത് നിങ്ങൾ ഏത് കാറാണോ ആ കാറിൻ്റെ പേരെഴുതുക. ഈ കാറ് ഞാൻ നേടിയിരിക്കുന്നു എന്നെഴുതുക. എന്നിട്ട് മനസ്സിൽ ആ ഒരു ഭഗവാനെ കണ്ടുകൊണ്ട് താങ്ക്സ് എഴുതുക. ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്ത് വെറുതെ എഴുതുകയല്ല, അതിൻ്റെ കൂടെ ഈശ്വരനോട് താങ്ക്സ് കൂടി പറഞ്ഞു. അങ്ങനെ താങ്ക്സ് കൂടി കൂട്ടിച്ചേർക്കുക. അത് കഴിഞ്ഞ ശേഷം ആ കാര്യം എഴുതുമ്പോൾ ഞാൻ ആ എഴുതുന്ന സമയത്ത് ആ കാറിൽ യാത്ര ചെയ്യുന്ന ഫീലിൽ, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് നല്ലൊരു AC ഉള്ളതായിരിക്കുന്ന ഫ്ലൈറ്റ് പോലെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു കാറാണെങ്കിൽ അങ്ങനത്തെ കാറിൻ്റെ സീറ്റിലിരുന്നിട്ട് ആ AC യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് അഥവാ കംഫർട്ടിനെ ഫീൽ ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അത് എഴുതുമ്പോൾ കഴിയുമെങ്കിൽ ആരും കേൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറക്കെ പറഞ്ഞ് ഞാൻ ഈ കാറ് നേടുന്നു എന്ന് പറഞ്ഞ് എഴുതാം. അഥവാ മറ്റൊരു കേൾക്കും നിങ്ങൾക്ക് ബോറടിക്കുമെങ്കിൽ വിസ്പർ ചെയ്യെങ്കിലും വേണം ഞാൻ ഈ കാറ് നേടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുതിയേക്കാം. ആ കാര്യം നേടുന്നു എന്നുള്ള കാര്യത്തിന് 55 തവണ ആവർത്തിച്ചെഴുതണം. ഈ 55 തവണ എഴുതുന്നതിൽ ഇടയ്ക്ക് വെച്ചിട്ട് 10 തവണ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, അത് പോയി അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്ന് വീണ്ടും എഴുതാൻ പറ്റുമോ? ഇല്ല. ആ 10 തവണ നിങ്ങളുടെ അവിടെ ക്യാൻസലായി. അതിനുശേഷം 55 തവണ എഴുതുമ്പോൾ കൃത്യമായിട്ട് 1 മുതൽ 55 തവണ എഴുതുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ എഗെയിൻ ആൻഡ് എഗെയിൻ ആ ഫീൽ ക്രിയേറ്റ് ചെയ്യുക, അത് വിസ്പർ ചെയ്യുക അഥവാ ഉറക്കെ പറയുക, എന്നിട്ട് അതിനെ എഴുതുക. ഈ രീതിയിൽ 55 തവണ ചെയ്യുക. 55 തവണ ചെയ്ത ശേഷം നിങ്ങളുടെ പെൻ അവിടെ അടച്ചു വയ്ക്കുക. എന്നിട്ട് വെറുതെ ഇരുന്നു കൊണ്ട് 5 തവണ ആ കംഫർട്ടിനെ മാക്സിമം ഫീൽ ചെയ്യുക. ഇതാണ് ശരിക്കും മെത്തേഡ്. ഇത് 5 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ വേഗം നടന്നു കിട്ടും. വലിയ കാര്യം നടക്കാൻ വേണ്ടി 1 മാസം വരെ കണ്ടിന്യൂ ചെയ്തിട്ട് നേടിയ ആൾക്കറിയാം, 2 ആഴ്ച കൊണ്ട് നേടിയ ആളെ അറിയാം, 1.5 മാസം വരെ കണ്ടിന്യൂ ചെയ്തിട്ട് നേടിയ ആളെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ആ ഒരു വലുപ്പവും അതിന് ഡെപ്തും ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചും ടൈം വ്യത്യാസം വന്നിരിക്കാം. സിമ്പിളാണ് ഈ മെത്തേഡ്, പക്ഷേ കോൺസെൻട്രേഷനോട് കൂടെ ചെയ്യണം, ഏകാഗ്രതയോടെ ചെയ്യണം. ആ ഏകാഗ്രത കൊണ്ടുവരാനുള്ള ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് ഫീൽ ചെയ്യാൻ, ഇപ്പം ഞാനത് എനിക്കൊരു ജോബാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഏത് ജോലിയാണ് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടം ഞാൻ സെലക്ട് ചെയ്യണം ജോലീനെ. ആ ഓഫീസിൽ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കംഫർട്ട് എങ്ങനെയാവും, എൻ്റെ ഫീൽ എന്താവും എന്നുള്ളത് നോക്കണം. എന്നിട്ട് ആ ഓഫീസിൽ ഞാൻ ഇരുന്ന് ചെയ്യുമ്പോൾ ആ കംഫർട്ട് ഫീൽ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റണം. 55 തവണ 5 വട്ടം വിഷ്വലൈസ് ചെയ്യാനും പറ്റണം. 5 ദിവസം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേ വേണം. ഒരു ദിവസം ചെയ്തു, 2ാമത്തെ ദിവസം ഒരു പ്രശ്നം വന്നു, അത് അന്ന് ചെയ്തില്ല, പിന്നെ ഒരു ദിവസം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കരുത്. പോരാ,
5 ദിവസം മീൻസ് 5 ദിവസം 1 മുതൽ 5 വരെ മുടങ്ങാത്ത 5 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലേ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 5 ദിവസത്തിൻ്റെ സെറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾക്ക് മുടങ്ങിപ്പോയി സാരമില്ല. പക്ഷേ 5 ദിവസത്തിൻ്റെ ആ സെറ്റിൻ്റെ ഇടയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് വരരുത്. അത് നമുക്കൊരിക്കലും ആഡ് ചെയ്യാൻ സാധ്യമല്ല. കാരണം അതൊരു സിസ്റ്റമാണ്, ഒരു എനർജിയുടെ ഫ്ലോൻ്റെ നമ്പറാണ്. അതുകൊണ്ടാണ് 555 എന്ന് ഈ മെത്തേഡിനെ പറയാൻ കാരണം, 555 എന്ന് ഈ മെത്തേഡിനെ പറയാൻ തന്നെ കാരണം. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീമിനെ അട്രാക്റ്റ് ചെയ്യാം. ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരു ടൂളാണ്. ഞാൻ കണ്ടെത്തിയതോ ഒന്നുമല്ല. തലമുറകളായിട്ട് തുടർന്ന് വരുന്ന രീതികൾ ഞാൻ പലരുടെയും കേട്ട് പഠിച്ചു നോക്കി. എനിക്കത് നല്ല രസമായിട്ട് തോന്നി. കോൺസെൻട്രേഷൻ അരമണിക്കൂർ സമയം, മിനിമം അരമണിക്കൂറെങ്കിലും എടുത്തു ഞാൻ അതിനെ ഓരോ പ്രാവശ്യം വിഷ്വലൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അത് എഴുതി അത് അനുഭവിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 32 മിനിറ്റ്, ഒരു ദിവസം 30 മിനിറ്റ്, 35 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടുതൽ സമയം നമുക്കത് ഫീൽ ചെയ്തിട്ട് അത് എഴുതാൻ പറ്റുന്നു അത്രയും കൂടുതൽ അതിൻ്റെ റിസൾട്ടാണ്. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കണം. ഇതിൻ്റെ പേരാണ് 555 മെത്തേഡ് എന്നുള്ളത്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അരമണിക്കൂർ കോൺസെൻട്രേഷൻ നോർമൽ വേയിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ സാധാരണക്കാരന് കുറച്ച് റിസ്ക് ആണ്. പക്ഷേ ആവർത്തിച്ച് കണ്ടുകൊണ്ട് നമ്മൾ എഴുതുകയും അത് നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അരമണിക്കൂർ നേരം നിങ്ങൾക്ക് മറ്റൊരു ചിന്ത വരാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇവിടെ നടക്കുന്നത് ഹാഫ് ആൻ അവർ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. അരമണിക്കൂർ സമയം ഒരൊറ്റ കാര്യത്തിലേക്ക് ഏകാഗ്രമായി കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു എനർജിയുടെ പ്രകമ്പനം വളരെ ശക്തമാണ്. അതുകൊണ്ട് ഒരു അതിശക്തമായിരിക്കുന്ന ടൂൾ തന്നെയാണ് ഈ മെത്തേഡ്. അതുകൊണ്ട് ചെയ്തു നോക്കണം. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. നിങ്ങൾക്കത് സാധിക്കും എന്ന് വിചാരിക്കുന്നു. സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.